അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് ഓരോ ദിനരാത്രങ്ങളായി വിടവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നന്മയിൽ മുന്നേറാനുള്ള അസുലഭമായ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. റമദാനായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളോട് പറയാറുണ്ട്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മകൾ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് ഗമിക്കൂ. തിന്മകളിൽ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരെ അഖ്സിർ, അതിനെ നിങ്ങൾ അവസാനിപ്പിക്കൂ, അതിനെ നിങ്ങൾ പര്യവസാനം കുറിക്കൂ എന്ന്. അപ്പോൾ ഓരോ നിമിഷവും നന്മ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരമാക്കി ഉപയോഗിക്കുമ്പോഴാണ് പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷികളായി വരുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അലാ ഉഖ്ബിറുക ബി അബ്വാബിൽ ഖൈരി കുല്ലഹ്. മുആദേ, നന്മയുടെ കവാടങ്ങൾ ഞാൻ നിനക്ക് തുറന്നു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സൗമു ജുന്ന വസ്സദഖത്തു തുത്ഫിഉൽ ഖതായ കമാ യുത്ഫിഉൽ മാഉ അന്നാർ വസ്വലാത്തുൽ ലൈലി വസ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ ثم തല തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നന്മയുടെ കവാടങ്ങളിൽ പ്രഥമമായി നിൽക്കുന്നതാണ് വ്രതം എന്ന് പറയുന്നത്. കാരണം ആ വ്രതത്തിലൂടെ കേവലം നോമ്പ് മാത്രമല്ല, ആ നോമ്പിനോടനുബന്ധമായി അവൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ പട്ടിണി കിടക്കുന്നു, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. സ്വാഭാവികമായും അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഈ ഒരു നന്മയിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ആ നന്മ, ആ വ്രതം എന്നത് അവനൊരു പരിചയമായി വരുന്നു. തെറ്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ബോധം അവനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ആരുമായെങ്കിലും ശണ്ട കൂടേണ്ടി വന്നാൽ ഞാനൊരു നോമ്പനുഷ്ഠിച്ച മനുഷ്യനാണ് എന്ന ചിന്ത അവനെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നു. എന്തെങ്കിലും തിന്മകൾ, എന്തെങ്കിലും മോഷ്ടിക്കാനോ അതല്ലെങ്കിൽ അതുപോലുള്ള തിന്മകളിൽ ഏർപ്പെടാനോ അവന് പൈശാചികമായ പ്രേരണയുണ്ടാകുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ആ ഒരു ചിന്ത മാത്രമാണ് അവൻ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സൗമു ജുന്ന. എല്ലാവിധ നന്മകളും കുടികൊള്ളുന്ന ഒരു അനുഷ്ഠാനമാണ് വ്രതം. അതൊരു പരിചയാണ്, ഒരു ഷീൽഡാണ്. ഈ പരിച അവസാനം യസ്തജിന്നു ബിഹൽ അബ്ദു യൗമൽ ഖിയാമ, നരകാഗ്നിയിൽ നിന്ന് അവനെ പ്രതിരോധിക്കാൻ നോമ്പാകുന്ന ഈ പരിച കൊണ്ട് അവന് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലേക്ക് ഉയരണം അവൻ്റെ കർമ്മങ്ങൾ. രണ്ടാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖത്തു തുത്ഫിഉൽ ഖതായ. അവൻ്റെ മുൻ കർമ്മങ്ങളിൽ വന്ന പാപങ്ങളെല്ലാം ദാനധർമ്മങ്ങൾ കൊണ്ട് അവനെ ശമിപ്പിക്കുവാൻ സാധിക്കും. നോമ്പിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ മേഖലയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നോമ്പ് തുറക്കാൻ ആ വിഭവങ്ങളില്ലാത്തൊരു വീടും ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആ നാട്ടിലെ മഹല്ല് നേതൃത്വവും അതേപോലെ തന്നെ മറ്റു പ്രവർത്തക കൂട്ടായ്മകളും സംഘടനകളും എല്ലാം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ മത്സരിച്ച് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അവരുടെ പാപങ്ങളെ അണച്ചു കളയും. കമാ യുത്ഫിഉൽ മാഉ അന്നാർ, കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഒരു കോപ്പ വെള്ളം പാർന്നാൽ, ഒരു ബക്കറ്റ് വെള്ളം പാർന്നാൽ എങ്ങനെയാണോ ആ തീ അണഞ്ഞു പോകുന്നത്, അതുപോലെ ഇത്തരം ആളുകളുടെ
കർമ്മങ്ങളിൽ വന്ന പാളിച്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം അത് അണച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ നോമ്പിൽ അല്ലാത്ത കാലത്തും നമുക്ക് രാത്രിയെ സജീവമാക്കേണ്ടതുണ്ട്. വസ്വലാത്തു റജുലി ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, അതും അവൻ്റെ ഏറ്റവും വലിയ നന്മയുടെ കവാടം തുറക്കുകയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ രാത്രി എഴുന്നേൽക്കണം, കാരണം പകലിൽ താങ്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടികൾ ലഘൂകരിക്കാൻ രാത്രി നമസ്കാരം പ്രാപ്തമാക്കുമെന്നാണ്. മാത്രമല്ല, അത്തരം പകലിലെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ രാത്രി സമയങ്ങളിൽ ആരാധനകളിൽ നിരതരാകേണ്ടതുണ്ട്. പകലിൽ അത്തരം സമയങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ ആയത്തോതിക്കൊണ്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന്, കിടപ്പറയിൽ നിന്ന് അറിയാതെ അകന്നുകൊണ്ടേയിരിക്കും. ആ സമയമാകുമ്പോൾ ബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, ആ അന്ത്യസമയങ്ങൾ എന്ന് പറയുന്നത് അവർ ഇസ്തിഗ്ഫാറിന് വേണ്ടി, പാപമോചന പ്രാർത്ഥനകൾക്ക് വേണ്ടി, നമസ്കാരങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതിൻ്റെ പ്രതിഫലം എന്നോണം നാളെ പരലോകത്ത് അവർക്കൊരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത്രമാത്രം വലിയ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനസ്സിനും ചിന്തിക്കാൻ, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു കണ്ണിനും കാണാൻ കഴിയാത്ത, ഒരു ചെവി കൊണ്ടും കേൾക്കാൻ കഴിയാത്ത അത്രമാത്രം അനന്തമായ അനുഗ്രഹങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മെ എത്തിക്കാൻ ഈ വ്രതാനുഷ്ഠാന നാളിൽ ഇതുപോലുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹ്റൈൻ BMC നടത്തുന്ന അഹ്ലൻ റമദാൻ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എൻ്റെ ഈ ശബ്ദം ശ്രവിച്ച ശ്രോതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.